നമസ്കാരം. പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട് അധികാര പരിധി വർദ്ധിക്കുകയും ഇതിന്റെ വെളിച്ചത്തിൽ ചിലർക്ക് സഹപ്രവർത്തകരുടെ ജോലി ചെയ്യേണ്ടി വരിക, മറ്റു ചിലർക്ക് മേലധികാരി മറ്റൊരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുന്നതിന്റെ വെളിച്ചത്തിൽ മേലധികാരി പറയുന്ന കാര്യങ്ങളും കൂടി അക്ഷരം പ്രതി അനുസരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. വേറെ ചിലർക്ക് ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും 1-2 മണിക്കൂർ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ അഥവാ വിഹക വീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ദീർഘകാല സുരക്ഷാ പദ്ധതി എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനുള്ള അവസരം വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പലപ്പോഴും നിഷ്ഠയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ അവലംബിക്കുന്നതും ഏറ്റെടുക്കുന്നതും പ്രാവർത്തികമാക്കുന്നതും എല്ലാ പ്രകാരത്തിലും സമാധാനത്തിന് വഴിയൊരുക്കുവാനിടവരും. പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം നിലയിലും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വന്നു ചേരുവാനിടയുണ്ട്. നിക്ഷേപ സമാഹരണ യജ്ഞം സെപ്റ്റംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള യജ്ഞം ഒക്ടോബർ മാസത്തിൽ പൂർത്തീകരിക്കാൻ അവസരം വന്നു ചേരും. ഉടമസ്ഥരിൽ നിന്നും അനുമതി അല്ലെങ്കിൽ പ്രോത്സാഹന സമ്മാനം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട്. മാനസികമായിട്ട് പലവിധത്തിലുള്ള അവസ്ഥാവിശേഷങ്ങൾ വന്നു ചേരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും മാതാപിതാക്കളുടെ അനുഗ്രഹത്താലും അനിഷ്ടങ്ങളെല്ലാം അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ചികിത്സ ഫലിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലയിൽ നിന്നും പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും അതിൽ പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. ഒരുപക്ഷെ 2025 രണ്ടാമത്തെ പകുതിയിൽ മാത്രമേ അതിനനുസരിച്ചുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയുള്ളൂ. എന്നിരുന്നാൽ പോലും വന്നു ചേരുന്ന അവസരങ്ങളെ സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും ഗുണകരമായി തീരും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാനിടയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവൃത്തികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പലപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ചും ഇത്രയും കാലത്തിന്റെ ജീവിതാനുഭവങ്ങളെ വിലയിരുത്തിയും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ സംജാതമാകുവാൻ ഇടയുണ്ട്. മക്കളോടൊപ്പം മാസങ്ങളോളം താമസിക്കുവാൻ വികസിത രാഷ്ട്രത്തിലേക്ക് യാത്രയ്ക്ക് തയ്യാറാകുവാനിടയുണ്ട്. പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങുവാൻ സാധ്യത കാണുന്നു. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി കൂടുതൽ വിസ്തൃതിയുള്ള ഗൃഹം വാങ്ങിക്കുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനിടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരം വന്നു ചേരും. ഗുരുകാരണവന്മാരുടെ ആവശ്യങ്ങൾ അനുവർത്തിക്കുന്നത് വഴി ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള സഹായം പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. സഹപ്രവർത്തകരുടെ സഹായ സഹകരണത്താൽ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണത കൈവരുവാൻ സാധ്യത കാണുന്നു. എന്നാൽ വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കണം. പലപ്പോഴും കൂടുതൽ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത് വഴി മറന്നു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ അഥവാ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ചെയ്യേണ്ടതാണ്. എന്നാൽ എല്ലാം വളരെ ഭംഗിയായിട്ടുള്ള ചെയ്തു തീർക്കുവാനും ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാനും പൂരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്.
ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ പലപ്പോഴും മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കേടുകളൊക്കെ ഉണ്ടാകുന്നത് വഴി ഇനി മുതൽ ഔദ്യോഗികമായിട്ടുള്ള ചില ചുമതലകളിൽ നിന്നും, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള വിഭാഗത്തിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിലവസരങ്ങൾ വന്നു ചേരുമെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുവാനുള്ള അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി നേർന്നു കടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കാൻ അവസരം വന്നു ചേരും. ഉപദേശക സമിതിയിൽ ഉൾപ്പെട്ടതിനാൽ അതിനൊരു പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാനും അതിന്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുവാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. വാഹനം മാറ്റി വാങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിലും വാഹനം മാറ്റി വാങ്ങുന്ന പക്ഷം മാസത്തിലൊരിക്കൽ വായ്പ അടയ്ക്കേണ്ടത് വളരെയധികം കൂടുതലായതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇതിൽ നിന്നും പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. ജോലിയോടൊപ്പം രക്ഷിതാക്കളുടെ കാര്യങ്ങൾ പോലും അനുവർത്തിക്കുവാനും അന്വേഷിക്കാനും യോഗമുണ്ട്. സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുന്ന അവസ്ഥവിശേഷം വന്നു ചേരുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കുവാൻ സ്വയമേവ തയ്യാറാകുവാനിടയുണ്ട്. വിദേശ ബന്ധമുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ പ്രാരംഭ തലചർച്ചയിൽ പങ്കെടുക്കുവാനും യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളുവാനും യോഗം കാണുന്നു. ഉത്സാഹത്തോടുകൂടി കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് അവലംബിക്കുന്നത് ഗുണകരമായി തീരും. വ്യവസ്ഥകൾ പൂർത്തീകരിക്കുവാനായിട്ട് പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കുവാനും മുൻപ് ഉണ്ടായിരുന്ന മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ അവലംബിക്കുവാനും സാധ്യതയുണ്ട്. തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി മക്കൾ ഒരുപക്ഷെ ഡിസംബർ മാസത്തിൽ ജന്മനാട്ടിൽ വന്നു ചേരുന്നുണ്ട് എന്ന ആശയം ഒഴിവാക്കി മക്കൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കാർഷികമായുള്ള മേഖലയിൽ നിന്നും ആദായം വർദ്ധിക്കും. നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച് വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തിലെ അധ്യയന വർഷത്തിലെ പ്രവേശനം ലഭിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ളൊരവസരം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഉത്തരവാദിത്വങ്ങളും വ്യതിചലിക്കാതെ എല്ലാ കാര്യങ്ങളിലും അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഗുണകരമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഒരുപക്ഷെ 2025 ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി എല്ലാത്തിലും ഒരു മിതത്വം മാനിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായിട്ടുള്ള നേട്ടം കൈവരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനം, സ്വസ്ഥത എന്നിവ ഉണ്ടാകും. വാഹന ഉപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും തീർത്തും ഒഴിവാക്കണം. പല കാര്യങ്ങളും അറിവുണ്ടെങ്കിൽ പോലും മറവി സംഭവിക്കുവാനിടയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അബദ്ധം വന്നു ചേരുവാൻ ഇടയുണ്ട്. നിരപരാധിത്വം തെളിയിക്കുവാനായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഉദ്യോഗത്തിൽ പുനർനിയമനം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ജലാശ്രിത ജലോത്ഭവങ്ങളിൽ നിന്നും സാമ്പത്തികമായുള്ള പുരോഗതി വന്നു ചേരും. ഇതിന്റെ വെളിച്ചത്തിൽ കാർഷികമായുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കൂടുതൽ തീരുമാനിക്കും. ഗഹനമായുള്ള വിഷയങ്ങൾ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും മനസ്സിന് വിഷമം ഉണ്ടാകുന്ന പല കാര്യങ്ങളും വന്നു ചേരുവാനിട വരുമെങ്കിലും ഈശ്വര പ്രാർത്ഥനകളാലും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴിയും എല്ലാ മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ മേലധികാരികളുടെ
ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടി സ്വീകരിക്കാനിട വരുമെങ്കിൽ പോലും പിന്നീട് അന്വേഷണത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള ആശയങ്ങളും പദ്ധതികളുമായതുകൊണ്ട് സർവാത്മന സ്വീകരിച്ചുകൊണ്ട് പ്രയത്നിക്കാനും തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ജീവിത ചെലവ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ജോലിയോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടി വരുവാനിടയുള്ളതുകൊണ്ട് മാസത്തിന്റെ ഒടുവിൽ 1-2 ദിവസം അവധിയെടുത്തുകൊണ്ട് വിനോദയാത്രയ്ക്ക് അവസരം സ്വീകരിക്കാനിടയുണ്ട്. സ്വയം ഭരണാധികാരം ഏറ്റെടുത്ത് നടത്തുന്നതിനാൽ അതിന് തക്കവണ്ണമുള്ളൊരു സാമ്പത്തികമായുള്ള നേട്ടം ഉണ്ടാകുന്നത് വഴി പ്രയത്നിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിലും ഒരു പരിധിയിലധികം പണം കുറച്ചുകൊണ്ട് ഏറ്റെടുക്കുന്നത് അത്ര ഗുണകരമല്ല എന്നുകൂടി സൂചിപ്പിക്കുന്നു. സമൂഹത്തിൽ ഉന്നതരുമായി സൗഹൃദത്തിൽ ബന്ധത്തിൽ ഏർപ്പെടുവാനും എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവലംബിക്കാനും സാധ്യതയുണ്ട്. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കാൻ അവസരം വന്നു ചേരും. ആദരണീയ സ്ഥാനം ലഭിക്കുവാനിട വരുമെങ്കിൽ പോലും അഹംഭാവം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും 1.5 വർഷത്തേക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. 2026 പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. പണം കടം കൊടുക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. അമിത വേഗതയുള്ള വാഹനോപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്ര അഥവാ വാഹനോപയോഗം തീർത്തും ഈ ഒരു മാസത്തിൽ ഒഴിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അന്തിമ നിമിഷത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറി വ്യാപാര മേഖലകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കും. പലപ്പോഴും സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെങ്കിലും ധനാഢ്യൻ എന്ന് തോന്നുന്ന വിധത്തിൽ പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും തൽക്കാലം പിന്മാറുവാൻ യോഗം കാണുന്നു. ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും പ്രാഥമികമായിട്ടുള്ള ഫീസ് അടയ്ക്കുവാനും അവസരം വന്നു ചേരുവാനിടയുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ അവസരം വന്നു ചേരും. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. പലപ്പോഴും ജീവിത പങ്കാളിക്ക് തന്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ അഥവാ സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാൻ പോലും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒക്ടോബർ മാസത്തിൽ യോഗമുണ്ട്.